ആ, നീ ഇറങ്ങാറായോ? റെഡിയായി പുറത്തേക്ക് വന്നതും അർജുനെ കാത്തെന്ന പോലെ ചന്തു തറവാടിന്റെ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. എന്താടാ? കയ്യിലെ ബാഗ് തന്റെ കാറിന്റെ ഡോർ തുറന്ന് അതിലേക്ക് വെച്ചു ചന്തുവിന്റെ അടുത്തേക്ക് അർജുൻ വന്നു. എനിക്കൊരു കേസിന്റെ ഭാഗമായി തൃശൂർ പോകാനുണ്ട്. ഞാനൊന്ന് അഭിയുടെ വീട് വരെ പോയാലോ എന്നാ. നിന്നോട് ചോദിച്ചിട്ടാകാമെന്ന് കരുതി. അതൊരു നല്ല കാര്യമല്ലേ? ദാ ഇപ്പോൾ വരെ ഞാൻ അഭിയുടെ ഫോണിലേക്ക് ട്രൈ ചെയ്ത് നോക്കി. നോ ആൻസർ. നീ അവിടം വരെ ഒന്ന് ചെന്നാൽ അത്രയും നന്ന്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു അഭിയെ അവളുടെ വീട്ടിൽ വിട്ടിട്ട് ഹർഷൻ മറ്റെവിടേക്കോ പോയെന്നാ തൻ്റെ മനസ്സിലുള്ള സംശയം ചന്തു പറഞ്ഞു. എന്തെന്നാൽ അങ്ങനെയൊരു സാധ്യത മാത്രമേ മുന്നിലുള്ളൂ. അല്ലാതെ ഈ ഒരു ദിവസം രണ്ടുപേരെയും കുറിച്ച് ഒരു വിവരവുമില്ലാതെ. ബട്ട് അച്ചുവിനെ നിനക്കറിയാഞ്ഞിട്ടാ. പഴയ ഒരു അച്ചു ഉണ്ട്, ആരെയും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരച്ചു. അവൻ്റെ കണ്ണുകളിൽ എപ്പോഴൊക്കെയോ ഞാൻ അഭിയോടുള്ള പ്രണയം കണ്ടിട്ടുണ്ട്. അത് സത്യമാണെങ്കിൽ നീ ഇപ്പോൾ പറഞ്ഞതായിരിക്കില്ല നടന്നിട്ടുണ്ടാവുക. എൻ്റെ കാൽക്കുലേഷനാണ്, ശരിയാകണമെന്നില്ല. ഇപ്പോഴത്തെ അച്ചുവിനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. തന്നിൽ നിന്ന് ദൂരേക്ക് മനസ്സുകൊണ്ട് മറഞ്ഞുപോയ അച്ചുവിനെ വേദനയോടെ അർജുൻ ഓർക്കുന്നു. ഡോൺ വറി. ഓക്കെ, എനിക്ക് പോകാൻ സമയമായി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. അർജുൻ്റെ മുഖം വേദനയിൽ ആഴുന്നത് കണ്ടതും ചന്തു പിന്നീട് അതിനെക്കുറിച്ച് ഒരു സംസാരത്തിന് നിന്നില്ല. ചന്തുവിനറിയാം ഹർഷന് അർജുനോടുള്ള പെരുമാറ്റം അർജുന് എത്രമാത്രം വേദനാജനകമാണെന്ന്. അർജുനോട് യാത്രയും പറഞ്ഞു ചന്തു അവിടെ നിന്നും വിട്ടു. അവൻ പോയി കഴിഞ്ഞതും പഴയ ഓർമ്മകളുടെ വേദനയിൽ അർജുനും കാറിലേക്ക് ഇരുന്നു. താൻ ആഗ്രഹിക്കുന്നത് പോലെ അഭിയെ പ്രണയം കൊണ്ട് മൂടി തങ്ങളുടെ അടുത്തേക്ക് അവളെയും കൊണ്ട് അവൻ വന്നിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു. പക്ഷേ അഭിക്ക് അവനോട് എന്തെങ്കിലും ഉണ്ടാകുമോ? ആ ചോദ്യവും അവൻ്റെ മനസ്സിൽ തിളച്ചു മറിയുന്നുണ്ട്. അർജുനോട് പറഞ്ഞതുപോലെ തന്നെ തൃശൂർ പോലീസ് സ്റ്റേഷനിൽ തൻ്റെ ആവശ്യം കഴിഞ്ഞതും അവൻ നേരെ പോയത് അഭിയുടെ വീട്ടിലേക്കായിരുന്നു. ജീപ്പിലായതുകൊണ്ട് തന്നെ വള്ളിക്കൽ കോളനിയുടെ ഗേറ്റ് കടന്നതും സംശയത്തോടെ നാട്ടുകാരൊക്കെയും പോലീസ് ജീപ്പിൻ്റെ പിറകെയായി. കോളനിയുടെ അകത്തേക്ക് എത്തിയെങ്കിലും അഭിയുടെ വീട് ഏത് വശത്താണെന്ന് ചന്തുവിനെ അറിയുന്നുണ്ടായിരുന്നില്ല. ഒരു ഭാഗത്തായി ജീപ്പ് ഒതുക്കി വെച്ചു. ജീപ്പ് ഒതുക്കി വെക്കേണ്ട താമസം അവിടെയുള്ള കുറച്ചുപേർ ചന്തുവിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. എന്താ സാറേ, എന്താ പ്രശ്നം? ഒരു പോലീസ് ജീപ്പ് പ്രതീക്ഷിക്കാതെ കോളനിയിലേക്ക് വന്നാൽ ആർക്കായാലും സംശയം തോന്നില്ലേ? ആ സംശയം തീർക്കാൻ കൂടിയായിരുന്നു നാട്ടുകാരിൽ ഒരുവൻ മുന്നോട്ട് വന്ന് ചന്തുവിനോട് ചോദിച്ചത്. എല്ലാവരുടെയും മുഖത്ത് സംശയം ഉടലെടുത്തിട്ടുണ്ട്. എന്തെന്നാൽ തങ്ങളറിയാത്ത ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാണ് പോലീസ് ജീപ്പ് ഈ കോളനിയുടെ അകത്തേക്ക് വന്നത് എന്നാണ് എല്ലാവരുടെയും മനസ്സിൽ. പ്രശ്നമൊന്നുമില്ല, ഞാൻ ഒരാളുടെ വീട് അന്വേഷിച്ച് വന്നതാണ്, പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ചന്തു ജീപ്പിൽ നിന്ന് പുറത്തേക്കിറങ്ങി. എന്തെന്നാൽ നാട്ടുകാരുടെ മുഖഭാവത്തിൽ അവനും മനസ്സിലാകുന്നുണ്ട് താൻ വന്നതൊന്നും ആർക്കും പിടിച്ചിട്ടില്ലെന്നും. തൃശൂർ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ വള്ളിക്കൽ കോണലിൽ നിന്ന് ഒരു കേസ് പോലും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളെക്കുറിച്ചുള്ള ഏകദേശ രൂപം ചന്തുവിന് കിട്ടിയിരുന്നു. ആരെക്കുറിച്ചാണ് സാറിന് അറിയേണ്ടത്? അടുത്ത ചോദ്യം ഉടനെ വന്നിരുന്നു മറ്റൊരാളിൽ നിന്നും. അഭിനയ, ആ കുട്ടിയുടെ വീടാണ് എനിക്ക് അറിയേണ്ടത്. ഏത്? സാവിത്രിയുടെ മോള് അഭിയുടെ കാര്യമാണോ സാറ് ചോദിക്കുന്നത്? മറ്റാരുമല്ല, രമണി ചേച്ചിയാണ് മുന്നോട്ട് വന്ന് ചോദിച്ചത്. ഇന്നലെ അഭി വന്നതും പോയതും ഒക്കെ രമണി വ്യക്തമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അഭിയുടെ ഈ വന്നുപോക്കലിൽ എന്തോ പന്തികേട് രമണിക്ക് മണക്കുകയും ചെയ്തു. അതെ, ആ കുട്ടിയുടെ വീട് തന്നെയാണ് എനിക്ക് അറിയേണ്ടത്, രമണി ചോദിച്ചതും ഉത്സാഹത്തോടെ ചന്തു പറഞ്ഞു. എന്തെന്നാൽ അഡ്രസ്സിൽ അഭിയുടെ അമ്മയുടെ പേര് ജാനകിയാണെങ്കിലും എല്ലാവരും അവരെ സാവിത്രി എന്നാണ് സംബോധന ചെയ്യുന്നത് എന്ന് ചന്തു അറിഞ്ഞിരുന്നു. ദേ, ആ കാണുന്ന വീടാണ് അഭിയുടേത്. ജീപ്പ് നിർത്തിയിടത്തു നിന്നും 1-2 വീട് കഴിഞ്ഞിട്ടുള്ള ഓടിട്ട വീടിലേക്ക് രമണി ചൂണ്ടിക്കാട്ടിയതും ചന്തു അവിടേക്ക് നോക്കി. എന്താ സാറേ കാര്യം? എന്തിനാ അഭിയെ തിരക്കി വന്നത്? ചോദിക്കാതിരിക്കാൻ രമണിക്ക് കഴിഞ്ഞില്ല. ഇന്നലെ സാറ് വരുന്നു, കൊണ്ടാക്കുന്നു, അതേപോലെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇന്നിതാ ഒരു പോലീസുകാരൻ. ആർക്കായാലും സംശയം തോന്നുമല്ലോ. ഏയ്, പ്രശ്നമൊന്നുമല്ല. എനിക്ക് പരിചയമുള്ള കുട്ടിയാണ്. ഞാൻ തൃശ്ശൂർ വരെ വന്നപ്പോൾ ആ കുട്ടിയെ കണ്ടിട്ട് പോകാമെന്ന് കരുതി. കാര്യം വഷളാകാതിരിക്കാൻ സൗമ്യമായി ചന്തു പറഞ്ഞെങ്കിലും രമണിക്കും അവിടെയുള്ള 1-2 പേർക്കും തീരെ വിശ്വാസയോഗ്യമായില്ല അവൻ്റെ വാക്കുകൾ. സാറിന് എങ്ങനെയാ അഭിയെ പരിചയം? ദാ വരുന്നു അടുത്ത ചോദ്യം. ചന്തുവിനെ വിടാനുള്ള ഭാവമൊന്നുമില്ല ആർക്കും. അത് പിന്നെ എന്ത് പറയണമെന്നറിയാതെ ചന്തു ഒന്ന് തപ്പി. എൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയിലാണ് അഭിനയ വർക്ക് ചെയ്യുന്നത്. വർക്ക് ഇന്നലത്തേക്ക് തീർന്നു. അപ്പോൾ അതിൻ്റെ സെറ്റിൽമെൻറ്റിന് വേണ്ടി ആ കുട്ടിയെ കാണാൻ വന്നതാ. പെട്ടെന്ന് തോന്നിയ ഒരു കള്ളത്തരം അവൻ വേഗം പറഞ്ഞൊപ്പിച്ചു. അതിലെ ശരിയോ തെറ്റോ ഒന്നും അവനെ ഓർത്തില്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെയൊരു കാര്യം ചിന്തിച്ചിരുന്നുമില്ല. തനിച്ചു വന്നതിലുള്ള കുറ്റബോധം ചന്തുവിന് ഇപ്പോൾ തോന്നുന്നുണ്ട്. അതും ഈ വേഷത്തിൽ ഇവിടേക്ക് വരേണ്ടായിരുന്നു എന്നവൻ ഓർത്തു.
താൻ പറയുന്ന കള്ളത്തരങ്ങൾ കൊണ്ട് അബിക്കൊരു ദോഷം വരരുത് എന്ന് മാത്രമായിരുന്നു ചന്തുവിൻ്റെ മനസ്സിൽ. ആഹാ, ഇത് നല്ല ചേലായിരിക്കുന്നുവല്ലോ. ഫ്രണ്ടിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവൾ വന്ന പോലെ തന്നെ തിരിച്ചു പോയതൊന്നും ഈ ഫ്രണ്ട് അറിഞ്ഞില്ലേ? രമണി തന്നെയാണ്. തൻ്റെ മുന്നിൽ ഒരു പോലീസുകാരനാണ് എന്നൊന്നും രമണിക്കില്ല. വായിൽ തോന്നിയതങ്ങ് രമണി പറഞ്ഞു. അല്ലെങ്കിലും പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇന്നലെ വന്നവൾ അതേപടി തിരിച്ചു പോയതും അല്ലേ? തിരിച്ചു പോകാനോ? രമണി പറയുന്നത് മനസ്സിലാവാതെ ചന്തു ചോദിച്ചു. ഒപ്പം അവൻ്റെ നെറ്റി ചുളിയുകയും ചെയ്തു. ഒരിക്കലും പ്രതീക്ഷിക്കാതാണ് ഇപ്പോൾ കേട്ടത്. അബി തിരിച്ചു പോയെന്ന് പറയുമ്പോൾ ആരുടെ കൂടെ? ചെറിയ നിമിഷങ്ങൾ കൊണ്ട് സംശയങ്ങൾ ചന്തുവിനെ വന്നു മൂടി. ഇന്നലെ കൊണ്ടുവന്നു വിട്ട സാറ് തന്നെ തിരിച്ചു കൊണ്ടുപോയി. എന്തേ, സാറിൻ്റെ ഫ്രണ്ടായിട്ട് ഒന്നും പറഞ്ഞില്ലേ? പറയുമ്പോൾ രമണിയുടെ സ്വരത്തിൽ പരിഹാസമുണ്ടായിരുന്നു. ആ പരിഹാസം ചന്തുവിന് വ്യക്തമായി മനസ്സിലാകുകയും ചെയ്തു. ഇപ്പോൾ തിരിച്ചു പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലായതും അവൻ പതിയെ ആൾക്കൂട്ടത്തിൽ നിന്നും അബിയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു. അപ്പോഴും അവൻ്റെ പിറകിൽ നിന്ന് മുറമുറുപ്പുകൾ ഉയരുന്നുണ്ടായിരുന്നു. അവൻ ആ ഭാഗം ശ്രദ്ധിക്കാനേ പോയില്ല. ഇല്ലെങ്കിൽ ഇനിയും തൻ്റെ നേർക്ക് ചോദ്യങ്ങൾ വരുമെന്ന് അവനറിയാം. സാവിത്രിയുടെ വീടിൻ്റെ മുന്നിലെത്തിയതും ചന്തു കണ്ടു വീടിൻ്റെ ഉമ്മറത്ത് നിൽക്കുന്ന 1-2 പേരെ. അതിൽ ഒരാളുടെ മുഖത്ത് മാത്രം ഭയം നിഴലിച്ചിട്ടുണ്ട്. മറ്റുള്ളവരൊക്കെ സംശയത്തോടെ തന്നെ നോക്കുകയും ചെയ്യുന്നുമുണ്ട്. ചന്തു എല്ലാവരെയും നോക്കി വീടിൻ്റെ ഉമ്മറത്തേക്ക് വന്നു നിന്നു. അപ്പോഴും തൻ്റെ നേർക്ക് ഭയത്തോടെ നോക്കുന്ന സ്ത്രീയെ മാത്രം അവൻ ശ്രദ്ധിച്ചു. ഒറ്റ നോട്ടത്തിൽ അവന് മനസ്സിലായി അബിയുടെ അമ്മയാണെന്ന്. അബിയുടെ അതേ പകർപ്പ്. അബിക്ക് ഒരു 40 വയസ്സായാൽ എങ്ങനെ ഉണ്ടാകും? അതേപോലെ. എന്താ സാറേ, എന്താ കാര്യം? മാമയാണ് ചോദിക്കുന്നത്. അബിയെ അന്വേഷിച്ച് ഒരു പോലീസുകാരൻ കോളനിയുടെ അകത്തേക്ക് വന്നിട്ടുണ്ടെന്ന് ഒരാൾ വന്ന് മാമയോട് പറഞ്ഞതും അപ്പോൾ തന്നെ പാറുവമ്മയും കൂട്ടി സാവിത്രിയുടെ വീടിൻ്റെ മുന്നിലേക്ക് വന്നതാണ് മാമ. സാവിത്രിയോട് കാര്യങ്ങൾ പറയുകയും ചെയ്തു. അപ്പോഴാണ് ചന്തുവിൻ്റെ വരവും. അബി, അഭിനയ, പതിഞ്ഞ സ്വരത്തിൽ പുഞ്ചിരിയോടെ അവൻ സാവിത്രിയോട് ചോദിച്ചു. എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റെ കുട്ടി. സാവിത്രിയുടെ ശബ്ദത്തിൽ ഇടർച്ച ഉയർന്നിരുന്നു. ഒരു പോലീസുകാരൻ തൻ്റെ മകളെ അന്വേഷിച്ചു വരിക എന്ന് പറഞ്ഞാൽ ആ അമ്മയുടെ നെഞ്ചു നീറാൻ മറ്റൊരു കാരണവും വേണ്ടല്ലോ. അയ്യോ, പേടിക്കാനൊന്നുമില്ല. എനിക്ക് അബിയെ അറിയാം. പാലക്കാട് അബി നിന്നിരുന്ന തറവാടിൻ്റെ അടുത്താണ് എൻ്റെ വീട്. പാലക്കാട്? സാവിത്രിയുടെ നെറ്റി ചുളിഞ്ഞിരുന്നു. അബി ചെന്നൈയിലല്ലേ ഉണ്ടായിരുന്നത്? പിന്നെ പാലക്കാട്ട് എങ്ങനെ? ആ സംശയം സാവിത്രിയിൽ ഉദിക്കുകയും ചെയ്തു. അബി എവിടെ? താൻ പറഞ്ഞത് അബദ്ധമായി പോയോ എന്ന് സാവിത്രിയുടെ നോട്ടത്തിൽ അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ വിഷയം മറികടക്കാൻ അവൻ അബിയെ അന്വേഷിച്ചു. അല്ല സാർ, പാലക്കാട്ടെന്ന് പറഞ്ഞത്? മോൾ അവിടെ ഉണ്ടായിരുന്നോ? സാവിത്രി ആ വിഷയം വിട്ടില്ലായിരുന്നു. ഒരിക്കലും താൻ കേൾക്കാനും പോകാനും ആഗ്രഹിക്കാത്ത ഒരിടം. അവിടെയായിരുന്നു തൻ്റെ മകൾ എന്നറിയുമ്പോൾ ആ അമ്മയുടെ മനസ്സ് പിടയില്ലേ? ആ, അത് പിന്നെ ഹർഷൻ്റെ കൂടെ അബി അവരുടെ തറവാട്ടിലേക്ക് വന്നതായിരുന്നു പാലക്കാട്. അവിടെ വച്ചാണ് എനിക്ക് അബിയെ പരിചയം. ഒളിച്ചു വയ്ക്കുന്നത് കൂടുതൽ തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകും എന്ന് കണ്ടവൻ കാര്യങ്ങളുടെ ഏകദേശ രൂപം വിവരിച്ചു. സാർ ഇരിക്കെ. മാമ പറഞ്ഞതും സാവിത്രിയും വേഗം ഒരു കസേര അവൻ്റെ നേർക്ക് വലിച്ചു നീക്കി വെച്ചു കൊടുത്തു. ഏയ്, അതൊന്നും വേണ്ട. അബിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതാ ഞാൻ ഇവിടം വരെ വരാമെന്ന് കരുതിയത്. സംശയങ്ങൾ കഴിഞ്ഞതും അവൻ ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. സാവിത്രിയും മാമയും പരസ്പരം നോക്കിപ്പോയി. ഇന്നലെ അബി വന്നിരുന്നു. സാറ് തന്നെയായിരുന്നു കൊണ്ടുവിട്ടത്. പക്ഷേ ഇനിയും കോൺട്രാക്റ്റ് തീരാൻ 3 ദിവസം ഉണ്ടെന്ന് പറഞ്ഞ് അവളെ തിരിച്ചു കൂട്ടിക്കൊണ്ടുപോയി. വാട്ട്? തിരിച്ചു കൊണ്ടുപോകാനോ? ആര്? ഹർഷൻ തന്നെയാണോ കൊണ്ടുപോയത്? കേട്ടത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ചന്തുവിന്. ഇപ്പോൾ അവൻ മനസ്സിലാക്കുന്നു. അർജുൻ പറഞ്ഞതായിരുന്നു ശരി. ഹർഷന് അബിയോട് താല്പര്യമുണ്ട്. അല്ല, പ്രണയമുണ്ട്. അതെ സാറേ, സാർ തന്നെയായിരുന്നു കൂട്ടിക്കൊണ്ടുപോയത്. മാമ വീണ്ടും പറഞ്ഞതും ചന്തുവിൽ എവിടെയൊക്കെയോ ഒരു ചിരി മിന്നി മാഞ്ഞുപോയി. ഓക്കെ, അവർ എവിടേക്കാ പോയതെന്നറിയാമോ? ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ അടുത്ത ചോദ്യം എഴുതി. അറിയില്ല. 3 ദിവസം കഴിഞ്ഞാൽ അബിയെ തിരിച്ചു കൊണ്ടുവിടും എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മോളെയും കൂട്ടി സാർ പോയിരുന്നു. ഭയത്തിൽ നിന്നും പതിയെ മുക്തമായ സാവിത്രി പറഞ്ഞു. എന്തെന്നാൽ ഇത്രയും നേരത്തെ സംസാരത്തിൽ നിന്ന് സാവിത്രിക്ക് മനസ്സിലായി അപകടം ഒന്നുമില്ലെന്ന്. അബിയെ നല്ല പരിചയമുള്ള ആളാണെന്ന്. ഓക്കെ, എന്നാൽ ഞാൻ ഇറങ്ങാം. അബി വന്നാൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറയണം. പറയുന്നതിനോടൊപ്പം ഒരു കാർഡ് എടുത്ത് ചന്തു സാവിത്രിക്ക് നേരെ നീട്ടി. സാവിത്രി അപ്പോൾ തന്നെ അത് വാങ്ങിക്കുകയും ചെയ്തു. സാർ, ചായ കുടിച്ചിട്ട്? സാവിത്രി പറഞ്ഞതും അപ്പോൾ തന്നെ ചന്തു അത് തടഞ്ഞിരുന്നു. പിന്നെ ഒരു നിമിഷം പോലും അവൻ അവിടെ നിന്നില്ല. അപ്പോൾ തന്നെ വള്ളിക്കൽ കോളനിയിൽ നിന്ന് ചന്തു പുറത്തേക്ക് വന്നിരുന്നു. ആ, മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞോ? കോളനിയുടെ അടുത്ത് നിന്ന് കുറച്ച് മുന്നോട്ട് പോയതും ജീപ്പ് ഒരു സൈഡാക്കി ചന്തു അർജുനെ കോൾ ചെയ്തു. ആ, അതൊക്കെ കഴിഞ്ഞു. നീ എവിടെയാ?
നീ എപ്പോഴാ ഇവിടേക്ക് തിരിക്കുന്നത്? ഞാനിപ്പോൾ തിരിക്കും. സന്ധ്യയ്ക്ക് മുന്നേ എത്തും. പിന്നെ ഇല്ലേ അഭിയുടെ അമ്മ, അവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇതെന്താ വൃത്തിയാക്കൽ യജ്ഞമോ? തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് ചന്തു എത്തുമ്പോൾ നേരം ഇരുട്ടിയിരുന്നു. വീട്ടിലേക്ക് കയറിയ പാടെ കാണുന്നത് മാമയും മാമിയും കൂടി വീട് വൃത്തിയാക്കുന്ന കാഴ്ചയാണ്. ഏയ്, ഒരു കടലാസ് പരുതിയതാ, അതിങ്ങനെയുമായി. തലയുയർത്തിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്നവനോട് പറഞ്ഞു കേശവൻ വീണ്ടും പരുതാൻ തുടങ്ങി. നിനക്ക് ചായ എടുക്കട്ടെ? ഭാമ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. ഏയ് വേണ്ട, വരുമ്പോൾ ഞാൻ കുടിച്ചിരുന്നു. പറയുന്നതിനോടൊപ്പം നിരത്തി വെച്ചിരുന്ന പേപ്പറൊക്കെ കടന്നു അവൻ അകത്തേക്ക് പോയി. ഭാമ വീണ്ടും ഓരോന്ന് അടുക്കിപ്പറക്കി വെക്കാനും തുടങ്ങി. എന്തായി? ഞാൻ പറഞ്ഞത് കാര്യമായില്ലേ? രാത്രി ചന്തുവും അർജുനും തറവാട്ടിൻ മുറ്റത്തുള്ള മാവിൻ ചുവട്ടിൽ കസേരയിലിട്ട് ഇരിപ്പാണ്. അർജുൻ എത്തുമ്പോൾ ലേറ്റായിരുന്നു. വൈകുന്നേരം ഫോൺ വിളിച്ചപ്പോൾ ബാക്കിയൊക്കെ വീട്ടിലെത്തിയിട്ട് നേരിട്ട് പറയാമെന്ന് പറഞ്ഞ് അർജുൻ ഫോൺ കട്ടാക്കുകയായിരുന്നു. അതെ, പക്ഷേ അവർ എവിടെ പോയി? ഇപ്പോഴും രണ്ടുപേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ചെന്നൈയിൽ പോയിട്ടുണ്ടാകും. അത് ഞാൻ നാളെ തന്നെ ക്ലാരിഫൈ ചെയ്യാം. അതൊക്കെ പോട്ടെ, താനെന്തോ അഭിയുടെ അമ്മയെക്കുറിച്ച് പറഞ്ഞല്ലോ, എന്താ കാര്യം? നേരത്തെ ഫോൺ ചെയ്യുമ്പോൾ ചന്തു പറഞ്ഞത് ഓർമ്മ വന്നതും അർജുൻ വേഗം ആ കാര്യത്തിലേക്ക് കടന്നിരുന്നു. അതോ, ഞാൻ അഭിയുടെ അമ്മയെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. എവിടെയാണെന്ന് ഒരു പിടുത്തവുമില്ല. താടിക്ക് വിരലൂന്നിക്കൊണ്ട് ചന്തു ആലോചനയിലേക്ക് വീണ്ടും കടന്നു. അഭിയെ പോലെ തന്നെയാണ് അവളുടെ അമ്മയും. പക്ഷേ അഭിയേക്കാൾ കുറച്ചുകൂടി കളർ ഉണ്ടെന്ന് തോന്നി ചന്തുവിന്. ഇപ്പോഴും അവരുടെ മുഖത്തു നിന്നും ആ ചെറുപ്പം വിട്ടു നിന്നിട്ടില്ല. വേഷത്തിൽ മാത്രമേ പ്രായം എടുത്ത് കാണിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അഭിയുടെ അമ്മയാണെന്ന് പറയുകയേയില്ല. ഒറ്റ നോട്ടത്തിൽ അഭിയുടെ ചേച്ചിയാണെന്നേ പറയും. നീ എങ്ങനെ കാണാനാ? നിനക്ക് തോന്നിയതാകും. അല്ലെങ്കിൽ ഇന്ന് പോയതുപോലെ കേസന്വേഷണത്തിന് പോയപ്പോൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാകും. അലസമായി അർജുൻ പറഞ്ഞുകൊണ്ട് ചിന്തയിലിരിക്കുന്നവനെ നോക്കി. എന്നാൽ അങ്ങനെയായിരിക്കും. പക്ഷേ ആ രൂപം ഇപ്പോഴും മനസ്സിൽ നിന്നും പോകുന്നില്ല. ആ പിന്നെ പറയാൻ വിട്ടു, അഭിയുടെ അമ്മയുടെ പേര് സാവിത്രി എന്നല്ലേ നമ്മളോടൊക്കെ പറഞ്ഞിരിക്കുന്നത്? പക്ഷേ അഭിയുടെ പ്രൊഫൈലിലൊക്കെ അമ്മയുടെ പേര് ജാനകി എന്നാണ്. ജാനകി? എന്തെന്നാൽ ഇത്രയും ദിവസങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും അഭിയുടെ വായിൽ നിന്ന് തൻ്റെ അമ്മയുടെ പേര് ജാനകി എന്ന് കേട്ടിട്ടില്ല. എപ്പോഴും പറയുമ്പോൾ സാവിത്രി അമ്മ എന്നാണ് അഭി സംബോധന ചെയ്യുന്നത് എന്ന് അർജുൻ ഓർത്തു. ആ, വീട് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും വള്ളിക്കൽ കോളനിയുടെ അകത്തേക്ക് കയറിയപ്പോൾ പിന്നെ എളുപ്പമായിരുന്നു. അവിടെയുള്ളവർക്കൊന്നും ജാനകി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, സാവിത്രി എന്ന് തന്നെ പറയണം. വേറെ ഒന്നുമില്ലല്ലോ. നല്ല ക്ഷീണം, ഒന്ന് പോയി കിടക്കട്ടെ, അർജുനോട് പറഞ്ഞുകൊണ്ട് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു ചന്തു. ആ ശരിയടാ, ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കട്ടെ, ചന്തുവിനോട് പറഞ്ഞുകൊണ്ട് കസേരയിലേക്ക് ചാരിയിരുന്നു അർജുൻ. അർജുനെ ഒന്ന് നോക്കിക്കൊണ്ട് ചന്തു അവിടെ നിന്നും തൻ്റെ വീട്ടിലേക്ക് നടക്കുകയും ചെയ്തു. ചന്തു പോയി കഴിഞ്ഞതും അർജുൻ്റെ മനസ്സാകെ അഭിയെയും അവളുടെ അമ്മയെയും കുറിച്ച് കേട്ട വാർത്തകൾ മാത്രമായിരുന്നു. ജാനകി എന്ന പേര് കേൾക്കുമ്പോൾ അർജുൻ്റെ ഓർമ്മകളിലേക്ക് വരുന്നത് പഴയ കുറച്ച് നല്ല ഓർമ്മകളാണ്. പാൽപാത്രവുമായി ധാവണി ഉടുത്ത് മുടി 2 ഭാഗം മെടഞ്ഞിട്ട് വരുന്നത് പെൺരൂപം. അവൻ്റെ കണ്ണുകളിൽ ഇപ്പോഴും അവൻ കാണുന്നുണ്ട് തൻ്റെ ജാനി ചേച്ചി, അല്ല മാമയുടെ സ്വന്തം ജാനി. ആ ഓർമ്മകളിൽ എപ്പോഴൊക്കെയോ അവൻ്റെ ചുണ്ടിൽ ചിരി മിന്നിമാഞ്ഞു. നല്ല ഓർമ്മകളിൽ ഉണ്ടാകുമല്ലോ മറക്കാൻ കഴിയാത്ത ചില വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ. ജാനി ചേച്ചി ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് ഇപ്പോഴും അർജുൻ്റെ കണ്ണുകളിൽ കാണാം. ചേച്ചിയെ ചേച്ചിയുടെ അച്ഛൻ കൊണ്ടുപോകുമ്പോൾ അകത്തുനിന്നും മാമയുടെ കരച്ചിൽ ചീലുകൾ അർജുൻ്റെ കാതിൽ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും എതിർപ്പ് കാരണം പ്രണയം നഷ്ടമായവർ. പക്ഷേ എന്തിനു വേണ്ടിയായിരിക്കും ജാനി ചേച്ചി അന്ന് ഇവിടെ നിന്നും പുറത്താക്കിയത്? പണത്തിന് മാത്രമല്ലേ കുറവുണ്ടായിരുന്നുള്ളൂ? അല്ലെങ്കിൽ കാര്യസ്ഥൻ്റെ മകളായതുകൊണ്ടാണോ മുത്തച്ഛൻ അവരെ രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ എതിർപ്പ് കാണിച്ചത്? ചിന്തകൾ അതിരുകടന്നതും അർജുൻ ഞെട്ടലോടെ എഴുന്നേറ്റു. വേദനിപ്പിക്കുന്ന ഓർമ്മകൾ വീണ്ടും മനസ്സിനെ അലട്ടിയതുകൊണ്ടായിരിക്കാം അവന് പിന്നെ അവിടെ ഇരിക്കാൻ തോന്നിയില്ല. നേരെ തറവാട്ടിനകത്തേക്ക് നടന്നു. അപ്പോഴും അവൻ്റെ മനസ്സിൽ ആ ചോദ്യമുണ്ടായിരുന്നു. എന്തിനായിരിക്കാം ജാനി ചേച്ചിയുടെ അച്ഛൻ ജാനി ചേച്ചിയെ കൊണ്ടുപോയത്?